الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على حبيبنا محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ألف لام را. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. الله الذي له ما في السماوات وما في الأرض، وويل للكافرين من عذاب شديد. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا، أولئك في ضلال بعيد. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സ്മരണകൾ, ഓർമ്മകൾ വിശ്വാസികളിൽ വലിയ
അളവിൽ ഉണ്ടാകുന്ന, പ്രവഹിക്കുന്ന സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. ഒരു റബീഉൽ അവ്വൽ മാസത്തിന്റെ കടന്നുവരവ് ചരിത്രപരമായി പ്രവാചക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം സ്മരണകൾ, ഓർമ്മകൾ ഉയർത്തുന്നതാണ്. റസൂലിനെ കുറിച്ച് ഈ സന്ദർഭത്തിൽ ഓർക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഓർമ്മയിലേക്ക് വരും. ഈ മാസത്തിൽ റസൂലിനെ ഓർക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും അഥവാ മരണവും ഓർമ്മയിലേക്ക് കടന്നു വരും. ആ ജനനത്തിനും മരണത്തിനും ഇടക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ജീവിതത്തിലെ, പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ റസൂൽ എന്നുള്ള നിലക്ക് ആ ജീവിതത്തിലെ ഏറ്റവും ഗതിനിർണായകമായ സന്ദർഭം അഥവാ ഹിജ്റയെക്കുറിച്ചുള്ള ഓർമ്മകളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെക്കാൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഗുണപാഠങ്ങൾ സ്വീകരിക്കാനുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നും വഫാത്തിൽ നിന്നുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആദ്യകാല ഇസ്ലാമിക തലമുറയുടെ അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും വലിയ ഫിത്നയായിരുന്നു, ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്ന് പറയുന്നത്. വഫാത്തിന്റെ വിവരം കേട്ട് സഹിക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞവർ സഹാബികളിൽ ഉണ്ടായിരുന്നു. നാവിറങ്ങിപ്പോയവർ, സംസാരിക്കാൻ കഴിയാതെ പോയവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നിൽക്കുന്നിടത്തു നിന്ന് നിൽക്കാൻ കഴിയാതെ ഇരുന്നുപോയവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മനോനില തെറ്റിയതുപോലെ റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയാതെ ഉറഞ്ഞുതുള്ളിയവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത്രക്ക് പരീക്ഷണപൂർണമായ ഒരു സന്ദർഭമായിരുന്നു അത്. പക്ഷേ റസൂലിന്റെ വഫാത്തിന് ശേഷം എന്തു ചെയ്യണം എന്നതിൽ അവർക്ക് തിട്ടമുണ്ടായിരുന്നു. കാരണം ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് അതിനു മുമ്പ് തന്നെ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബികളെ ബോധോദയത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ കയറി പാരായണം ചെയ്ത ആയത്ത് അതിനു മുമ്പ് അവതരിച്ചതാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു പ്രവാചകൻ മാത്രമാകുന്നു. അദ്ദേഹത്തിന് മുമ്പും ധാരാളം പ്രവാചകന്മാർ ജനിച്ച് ജീവിച്ച് വഫാത്തായി പോയിട്ടുണ്ട്. എന്നിരിക്കെ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ അത് സംഭവിക്കുമ്പോഴേക്ക് നിങ്ങളെല്ലാം അള്ളാഹുവിന്റെ ദീൻ വിട്ട് പിന്തിരിഞ്ഞു പോവുകയാണ്. നിങ്ങൾക്കാർക്കും അള്ളാഹ്ക്കൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല എന്ന ആയത്ത് അവതരിച്ചത് ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരന്ന സന്ദർഭത്തിലാണ്. ഉഹദിലെ ഒരു രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ട് നിരാശ ബാധിച്ച അല്ലെങ്കിൽ തളർന്നുപോയ സഹാബികൾ ആയുധം വെച്ച് ഇനി എന്തിന് യുദ്ധം എന്ന കണക്കെ തോൽവി സമ്മതിച്ച് ഒരിടത്ത് ഇരുന്നുപോയ സന്ദർഭമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സഹാബികളുടെ മുമ്പിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഒരാൾ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. ഇപ്പൊ യുദ്ധം നടക്കുന്ന വേളയിൽ യുദ്ധത്തിൽ അണിചേരേണ്ടുന്ന, യുദ്ധത്തിൽ പോരാടേണ്ടുന്ന മുസ്ലിം സൈന്യത്തിലെ സൈനികർ, വിശ്വാസികളായ ആളുകൾ ആയുധമൊക്കെ താഴെ വെച്ച് നിരാശരായിരിക്കുകയാണ്. അദ്ദേഹം അവരോട് ചോദിച്ചു, എന്തു പറ്റി, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താണ് നിങ്ങളെ ഇരുത്തിക്കളഞ്ഞത്? അവർ പറഞ്ഞു, ഖുത്തില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നവർ പ്രതികരിച്ചു. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു ചോദിച്ചു, ഫമാദാ തസ്നഊന ബിൽ ഹയാതി ബഅദഹു, ശരി, റസൂൽ വധിക്കപ്പെട്ടെങ്കിൽ ആ റസൂലിന് ശേഷം ഉള്ള ജീവിതം കൊണ്ട് എന്ത് കാട്ടാനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? റസൂൽ വധിക്കപ്പെട്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ കൂടി ഇനി നിങ്ങൾക്കുള്ള ജീവിതം വെച്ച് എന്ത് കളിക്കാനാണ്, എന്ത് ചെയ്യാനാണ് നിങ്ങൾ കരുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, റസൂല് വധിക്കപ്പെട്ട് വിട പറഞ്ഞു പോയിടത്ത് പിന്നെ ജീവന്റെ വിലയെന്താണ്, ജീവിതത്തിന്റെ വിലയെന്താണ്? എന്നിട്ട് അദ്ദേഹം ഫമൂതു അലാ മാ മാത അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂല് മരിച്ചെങ്കിൽ, റസൂല് വധിക്കപ്പെട്ടെങ്കിൽ ഇങ്ങനെ നിരാശപ്പെട്ട് ദൗത്യം അവസാനിപ്പിച്ച് ഉത്തരവാദിത്തം മറന്ന് ഇങ്ങനെ ഇരുന്നു പോവുകയല്ലല്ലോ ചെയ്യേണ്ടത്. ഏതൊന്നിനു വേണ്ടിയാണോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവൻ കൊടുത്തത്, അതിനുവേണ്ടി മരിക്കാനിറങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത് ആ സ്വഹാബികളിൽ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ആണ് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു മുമ്പേ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് വീണ്ടും യുദ്ധവുമായി മുന്നോട്ട് പോയത്. യുദ്ധത്തിന്റെ ബാക്കി പത്രം ഉഹദിൽ ഷഹീദായ 70 പേരിൽ ഒരാൾ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു ആണ്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം 80-ലധികം മുറിവുകൾ ശരീരത്തിലാകമാനം, മുഖത്തടക്കം ഏറ്റുവാങ്ങിയാണ് ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ചതെന്നും ഒടുവിൽ അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹത്തിന്റെ കൈവിരലുകളിൽ ഒന്നിലെ അടയാളം കണ്ടാണ് ഇത് തന്റെ സഹോദരൻ അനസാണെന്ന് തിരിച്ചറിഞ്ഞതെന്നോ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് ജീവിച്ച് മരിച്ചുപോയതിന് ശേഷം ജീവിക്കേണ്ടി വരുന്ന വിശ്വാസികൾ, അത് ദൗത്യമുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാണ്. റസൂൽ എന്തിനു വേണ്ടിയാണോ ജീവിച്ചത് അതിനുവേണ്ടി ജീവിക്കുക. റസൂൽ എന്ത് ജീവിത മാതൃകയാണോ തീർത്തു തന്നത്, വരച്ചു കാണിച്ച് കടന്നുപോയത്, ആ ജീവിതപാതയെ പിന്തുടരുക എന്നതാണ്
റസൂലിനോടുള്ള മുഅ്മിനിന്റെ ബാധ്യത എന്ന് പറയുന്നത്. ആ ബാധ്യത വളരെ അടിസ്ഥാനപരമായ ബാധ്യതയാണ്. സൗകര്യമുണ്ടെങ്കിൽ ചെയ്യുക, എങ്കിൽ അതിന്റെ ഗുണം കിട്ടും എന്ന് കരുതാവുന്ന ഐച്ഛികമായ ഒന്നിന്റെ പേരല്ല. കാരണം അതിന്റെ ബന്ധം ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദർശവുമായിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ സന്ദേശവാഹകൻ, അല്ലാഹുവിൽ നിന്ന് ജീവിത പാഠങ്ങൾ മനുഷ്യരിലേക്ക് മുഴുവനായി പകർന്നു തന്ന മനുഷ്യൻ എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ആ റസൂൽ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തെ അതിന്റെ എല്ലാ തലങ്ങളിലും സമഗ്രമായി മാറ്റിപ്പണിയുകയാണ്. വലിയ ഒരു അത്ഭുതകരമായ സമഗ്രമായ സാമൂഹിക വിപ്ലവം തീർക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായ വിപ്ലവകാരി ആരാണ് എന്ന ചോദ്യത്തിന് മുസ്ലിങ്ങളുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ നിഷ്പക്ഷമായ മറുപടി സംശയലേശമന്യേ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത്ര വലിയ പരിവർത്തനത്തിന് സാധ്യമായ ഒരു വിപ്ലവവും നയിക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമായിട്ടില്ല എന്ന് തീർച്ചയുള്ള കാര്യമാണ്. ഏതർത്ഥത്തിലുള്ള മാറ്റമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചത് എന്നത് വളരെ വിപുലമായ പഠനം സാധ്യമാകുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് സീറാ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആ സീറാ ഗ്രന്ഥങ്ങളിലുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ള കാലത്ത് റസൂൽ എന്തൊക്കെ ചെയ്തു എന്ന കാര്യങ്ങൾ മാത്രമല്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സീറാ ഗ്രന്ഥങ്ങളുടെ ആമുഖങ്ങളിൽ ഉള്ള കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അറേബ്യക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ വിശ്വാസപരവും തത്വചിന്താപരവും സാംസ്കാരികവും ധാർമ്മികവും സദാചാരപരവും സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും ഭരണപരവും ഒക്കെയായ ജീവിതാവസ്ഥകളുടെ നിലവാരം എന്തായിരുന്നു എന്ന് വിവരിക്കുന്നതാണ്. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക്, 6-ാം നൂറ്റാണ്ടിലേക്കാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുവരുന്നത്, നിയോഗിക്കപ്പെടുന്നത്. വളരെ വൃത്തികെട്ട, എല്ലാ അർത്ഥത്തിലും ജീർണതയും അധപ്പതനവും ബാധിച്ച ഒരു സമൂഹത്തിലേക്ക്. അതിന്റെ ഒരു ചിത്രം ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഭവം മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ മുമ്പിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിൽ നിന്നാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനു വന്നതാണ്? എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം എന്ന് മക്കയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയോടുകൂടി പലായനം ചെയ്ത് ഹിജ്റ ചെയ്ത് അബിസീനിയയിലെത്തിയ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളോട് നജ്ജാശി രാജാവ് അന്വേഷിച്ചതിന് മറുപടിയായി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിയുടെ കൊട്ടാരത്തിൽ നടത്തിയിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ പ്രവാചക ജീവിതത്തിന്റെ ഒരു രത്ന ചുരുക്കം ആണ് ജഅഫർ റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റുന്നതാണ്. ആദ്യം അദ്ദേഹം ഞങ്ങൾ ഏതൊരവസ്ഥയിലാണ് ജീവിച്ചു പോന്നിരുന്നത് എന്നതിന്റെ ചിത്രം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, അയ്യുഹൽ മലിക് കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യത്തി, അല്ലയോ രാജാവേ, ഞങ്ങൾ ഒരു ജാഹിലിയ്യ സമൂഹമായിരുന്നു. അജ്ഞതയിൽ ആണ്ടുപോയ, അന്ധകാരത്തിൽ ആണ്ടുപോയ ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ ജാഹിലിയ്യത്തിന്റെ, ഞങ്ങളുടെ വിവരക്കേടിന്റെ, ഞങ്ങളുടെ ജീർണതയുടെയും അധപ്പതനത്തിന്റെയും അടയാളങ്ങൾ പറയുകയാണെങ്കിൽ നഅ്ബുദുൽ അസ്നാം, ഞങ്ങൾ ഒരു ഉപകാരവുമില്ലാതെ
കല്ലുകൊണ്ട് പടക്കപ്പെട്ട, മരക്കഷ്ണങ്ങൾ കൊണ്ട് പടക്കപ്പെട്ട, അല്ലെങ്കിൽ ചില ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ട വിഗ്രഹങ്ങളെയാണ് ദൈവങ്ങളെന്ന് കരുതി ഞങ്ങൾ ആരാധിക്കുകയും പൂജിക്കുകയും സഹായതേട്ടം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. വനക്കുലുൽ മൈത്ത, വിശ്വാസപരമായ ഞങ്ങളുടെ അപജയം അതായിരുന്നെങ്കിൽ സാംസ്കാരികമായി ശവം തീനികളായ, അതിനുപോലും അറപ്പില്ലാത്ത ജീർണത ബാധിച്ച ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ. ചത്തതിനെ പോലും തിന്നുന്ന അത്ര സാംസ്കാരികമായി ജീർണമായി പോയ ഒരു സമൂഹം. വനത്തിൽ ഫവാഹിഷ്, എല്ലാതരം അശ്ലീലതകളും ആഭാസത്തരങ്ങളും വൃത്തികേടുകളും ചെയ്യുന്ന ഒരു സമൂഹം. വനഖ്തഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ വളരെ നിസ്സാരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ കുടുംബ ബന്ധങ്ങളെ പൊട്ടിച്ചെറിയുന്ന, ഛിദ്രമാക്കുന്ന സമീപനവും മനോഭാവമുള്ളവരായിരുന്നു ഞങ്ങൾ. വനുസീഉൽ ജിവാർ, അയൽപക്കക്കാരോട് അങ്ങേയറ്റം മോശമായി ഇടപെടുകയും പെരുമാറുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ യഅ്കുലുൽ ഖവിയ്യു മിന്നൽ ദഈഫ്, ഞങ്ങളിലെ ശക്തൻ ദുർബലനെ കൊന്നു തിന്നുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഫകുന്നാ അലാ ദാലിക ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, അങ്ങനെ ആകെ ജീർണമായി പോയ അധപ്പതനത്തിന്റെ ആഴം കണ്ട ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രവാചകനെ നിയോഗിച്ചത്. നഅരിഫു നസബഹു വസിദ്ഖഹു വഅമാനതഹു വഅഫാഫഹു, അയാൾ ഞങ്ങൾക്ക് അപരിചിതനായിരുന്നില്ല. ഞങ്ങൾക്കറിയാത്ത ഏതോ ഒരാൾ, നൂലിൽ കെട്ടിയിറക്കപ്പെട്ടതല്ല. നഅരിഫു നസബഹു, അയാളുടെ കുടുംബവും കുടുംബ പാരമ്പര്യവും ഞങ്ങൾക്കറിയാം. ഏത് കുടുംബത്തിൽ, ആരുടെ മകനായി, ഏത് തറവാട്ടിൽ, ഏത് ഗോത്രത്തിൽ ആണ് അയാൾ ജനിച്ചത് എന്നത് ഞങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ കേവലം അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിന്റെ മഹിമയും മേന്മയും മാത്രമല്ല ഞങ്ങൾക്കറിയാമായിരുന്നത്, മറിച്ച് വസിദ്ഖഹു, അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. വഅമാനതഹു, അദ്ദേഹത്തിന്റെ വിശ്വസ്തതയിലും ഞങ്ങൾക്ക് തർക്കങ്ങളുണ്ടായിരുന്നില്ല, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല. സത്യസന്ധത കൊണ്ട്, വിശ്വസ്തത കൊണ്ട് ഞങ്ങൾക്കിടയിൽ ഏറ്റവും മികവുറ്റ ഒരാൾ, അയാളെയാണ് അള്ളാഹു ഞങ്ങൾക്കായി അവന്റെ സന്ദേശവാഹകനായി തെരഞ്ഞെടുത്തത്. വഅഫാഫഹു, അദ്ദേഹത്തിന്റെ സദാചാര വിശുദ്ധിയും ജീവിതത്തിലെ സദാചാര വിശുദ്ധിയിലും ഞങ്ങൾക്ക് നല്ല അറിവുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് അറിയുന്ന, എല്ലാം തികഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ അള്ളാഹുവിന്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. ഫദആനാ ഇലല്ലാഹി ലിനുവഹിദഹു വനഅബുദഹു, പ്രവാചകനായി നിയോഗിക്കപ്പെട്ട അയാൾ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് ഞങ്ങളെ പ്രബോധനം ചെയ്തു, ഞങ്ങളെ ക്ഷണിച്ചു. അദ്ദേഹം ഒന്നാമതായി ഞങ്ങളെ ക്ഷണിച്ചത് ലിനുവഹിദഹു വനഅബുദഹു, അള്ളാഹുവിനെ ഏകത്വം അംഗീകരിക്കാനും അവന് മാത്രം ഇബാദത്ത് ചെയ്യാനുമാണ് ഒന്നാമതായി അയാൾ ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങളെ ഉപദേശിക്കുകയും ചെയ്തത്. വനഖ്ലഅ മാ കുന്നാ നഅബുദു നഹ്നു വആബാഉനാ, ഏകദൈവത്തെ, ഏകനായ ഇലാഹിനെ ഇബാദത്ത് ചെയ്യുകയും അതല്ലാതെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന, ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കളും ആരാധിച്ചുകൊണ്ടിരുന്ന സകല വ്യാജ ദൈവങ്ങളെയും കൈവടിയാനുമാണ് അദ്ദേഹം ഞങ്ങളോട് ആദ്യമായി ആവശ്യപ്പെട്ടത്. വഅമറനാ ബിസിദ്ഖിൽ ഹദീസ്, പിന്നെ അയാൾ ഞങ്ങളോട് കൽപ്പിച്ചത് സംസാരിക്കുമ്പോൾ സത്യം പറയണമെന്നാണ്. വഅദാഇൽ അമാന, ആരെങ്കിലും വിശ്വസിച്ച് ഒരു കാര്യമേൽപ്പിച്ചാൽ അല്ലെങ്കിൽ വിശ്വസ്തതയെ കാത്തു സൂക്ഷിക്കണം, അമാനത്തുകൾ ശരിയായി നിർവഹിക്കണം എന്നതാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത്. വസിലത്തിർ റഹിം, കുടുംബ ബന്ധങ്ങളെ ഛിദ്രമാക്കുന്ന, പൊട്ടിച്ചെറിയുന്ന, അതിനെ വില കൽപ്പിക്കാതെ ജീവിച്ച ഞങ്ങളോട് കുടുംബ ബന്ധങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കണമെന്നും അത് സ്ഥിരമായി ചേർത്ത് നിർത്തണമെന്നും ആണ് അയാൾ ഞങ്ങളോട് മറ്റൊന്ന് ഉപദേശിച്ചത്. വഹുസ്നിൽ ജിവാർ,
അയൽവാസികളോട് വളരെ മാന്യമായി പെരുമാറണം എന്നതാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങളോട് കൽപ്പിച്ച മറ്റൊരു കാര്യം. വൽ കഫി അൻ അൽ മഹാരിമി വദ്ദിമ, പവിത്രവും വിശുദ്ധവുമായ എല്ലാ കാര്യങ്ങളെയും ലംഘിക്കുന്നതിൽ നിന്ന്, അതിക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. പ്രധാനമായും മനുഷ്യന്റെ ജീവൻ വളരെ പവിത്രമാണെന്നും ആ ജീവനുമേൽ കൈവച്ചു പോകരുതെന്നും മനുഷ്യന്റെ ജീവനെ വില കുറച്ച് കാണിക്കരുത് എന്നും അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചു. വനഹാന അനിൽ ഫവാഹിഷി വഖൗലി സ്സൂർ, എല്ലാതരം ആഭാസങ്ങളിൽ നിന്നും, എല്ലാതരം മ്ലേച്ഛതകളിൽ നിന്നും, എല്ലാതരം അശ്ലീലതകളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും, അതുപോലെ തന്നെ കള്ളപ്രചരണങ്ങളിൽ നിന്നും, കള്ളവാക്കുകളിൽ നിന്നും അദ്ദേഹം ഞങ്ങളെ തടഞ്ഞു. വാക്കിലി മാലിൽ യതീം വഖദ്ഫിൽ മുഹ്സനാത്, അതുപോലെ തന്നെ അനാഥകളുടെ ധനം അന്യായമായി ഭക്ഷിക്കുന്നത് അദ്ദേഹം ഞങ്ങൾക്ക് വിലക്കി. അതേപോലെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന പതിവ്രതകളായ സ്ത്രീകൾക്ക് നേരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും അദ്ദേഹം ഞങ്ങളെ തടഞ്ഞു. ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് ഏതൊരു സാഹചര്യത്തിലൊക്കെയാണോ വളരെ ജീർണമായി ഞങ്ങൾ ജീവിച്ചത്, അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി വളരെ മികച്ച മൂല്യങ്ങളിലേക്ക്, വിശ്വാസങ്ങളിലേക്ക്, കർമ്മങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടാണ് ആ പ്രവാചകൻ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നത്, ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നത് എന്നതാണ് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രബോധനം കൊണ്ടാണ് സത്യം, അമാനത്ത്, വിശ്വസ്തത, കുടുംബബന്ധം ചേർക്കുക, അയൽപക്കക്കാരോട് മാന്യമായി പെരുമാറുക, അനാഥകളെ സംരക്ഷിക്കുക, അവരുടെ കാവലാവുക, അവരെ ചൂഷണം ചെയ്യാതിരിക്കുക, വൃത്തികേടുകളും അശ്ലീലതകളും നിന്നും വിട്ടുനിൽക്കുക തുടങ്ങി സദാചാരപരവും സാംസ്കാരികവും വിശ്വാസപരവും ഒക്കെയായ ഏറ്റവും ഉദാത്തമായ അധ്യാപനങ്ങൾ ഞങ്ങളിലേക്ക് പകർന്നു തന്നുകൊണ്ട് അതിന്റെ പ്രബോധനവുമായിട്ടാണ് ആ പ്രവാചകൻ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രം. റസൂലിനെ ഓർക്കുന്ന ഈ വേളയിൽ റസൂലിനെ കുറിച്ചുള്ള, റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ, ഹുബ്ബിന്റെ, സ്നേഹത്തിന്റെ അവകാശവാദങ്ങളും പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ വശം മറന്നുപോകാതിരിക്കൽ വളരെ അനിവാര്യമാണ്. റസൂലിനോടുള്ള നമ്മുടെ കടപ്പാട്, നിർബന്ധമുള്ള കടപ്പാട് എന്ന് പറയുന്നത് റസൂലിനെ പിൻപറ്റുക എന്നുള്ളതിലാണ് എന്നത് എല്ലാ റബീഉൽ അവ്വലിന്റെ സന്ദർഭങ്ങളിലും നമ്മൾ ഓർക്കുന്നതാണ്. റസൂലിനോടുള്ള ഇത്തിബായിലൂടെ അല്ലാതെ റസൂലിനോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നും, റസൂലിനോടുള്ള ഇത്തിബായിലൂടെ അല്ലാതെ റസൂലിനോട് നമുക്ക് ഹൃദയങ്ങളിലുള്ള, ഹൃദയാന്തരങ്ങളിലുള്ള ഹുബ്ബ് ഒരു തരിമ്പും വർദ്ധിക്കുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അള്ളാന്റെ റസൂലിനോടുള്ള ഹുബ്ബ് ഫർള് ഐനായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ആ ഹുബ്ബ് വർദ്ധിപ്പിക്കാൻ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുക, എല്ലാ സൂക്ഷ്മമായ ജീവിതത്തിന്റെ വശങ്ങളിലും റസൂൽ എന്താണോ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ചതെന്താണോ എന്നത് പഠിച്ചറിയാനും ആ പഠിച്ചറിയുന്ന അറിവ് വെച്ച് റസൂല് ജീവിച്ചതുപോലെ റസൂലിനെ മാതൃകയാക്കി ജീവിക്കാനുമുള്ള ബാധ്യതയാണ് റബീഉൽ അവ്വലുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അനുധാവനം ചെയ്യാൻ, അതുവഴി റസൂലിനോടുള്ള ഹുബ്ബ് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ, ആ ഹുബ്ബിന്റെ അനന്തരഫലമായി ആ റസൂലിനോടൊത്ത് അള്ളാഹുവിന്റെ സ്വർഗ പൂങ്കാവനങ്ങളിൽ ശാശ്വതമായി ജീവിക്കാനുള്ള അവസരം നേടിയെടുക്കാൻ നമ്മെയും നമുക്ക് പ്രിയപ്പെട്ടവരെയും സവിശേഷമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على سيدنا وحبيبنا وقائدنا ومعلمنا ومرشدنا رسولك محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم انصرنا على القوم الظالمين اللهم انصرنا على الحكام الظالمين اللهم أرنا فيهم عجائب قدرتك اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه